ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോഴത്തെ ട്രെൻഡാണ് ദുപ്പട്ട കുറച്ച് ഡിസൈനായിട്ട് ചെയ്യുന്നതൊക്കെ. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നും കൂടെ മനോഹരമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ദുപ്പട്ട നല്ല രീതിയിൽ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ്. അതിനകത്ത് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിസൈൻ ഞാൻ വരച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡ് ഇതാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നൈലോൺ ത്രെഡാണിത്. ഇത് നമുക്ക് ഏതൊരു മെറ്റീരിയലിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അത് ഒരു വൃത്തികേടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും കാണില്ല. അതുപോലെ ആരി നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് സാധാരണ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടും ഇത് തയ്ച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ഡിസൈനാണ്. ഇത് ഡ്രസ്സിൻ്റെ സെയിം കളറായിട്ട് വരുന്ന ബീഡ്സ് ആണ്, അതുപോലെ വൈറ്റും. ഈ രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷോളിലോട്ട് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് കാർബൺ പേപ്പറൊന്നും ഉപയോഗിച്ചിട്ടല്ല ഞാനിത് വരച്ചെടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് നിവർത്തിയിട്ടിട്ട് നമ്മളുടെ ഈ ഒരു ഡിസൈന് എടുത്തിട്ട് ഈ ഒരു ഷോളിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മുകളിലോട്ട് കാണാൻ പറ്റും. ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഇരിക്കണതെന്ന് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് ആ ഒരു ഡിസൈൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്തു തുടങ്ങേണ്ടത്. അതായത് ആ ഒരു ലൈനിൽ ആ പേപ്പർ കറക്റ്റ് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തൊക്കെ കൊടുക്കാം. കാരണം ഈ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഷോളോ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, നീങ്ങിപ്പോയാൽ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് 4 ഭാഗത്തൊന്ന് പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ 4 ഭാഗത്തും പിൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ കാണാത്ത പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ നന്നായിട്ട് വ്യക്തമായിട്ട് കാണുകയാണ്. അപ്പം നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, കാരണം അതിൻ്റെ മുകളിലൂടെ എല്ലാം നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല നമ്മൾ പെൻസിൽ വെച്ചിട്ട് വരച്ചാലും. പക്ഷെ ഞാൻ വരച്ചിരിക്കുന്നത് ഗ്ലാസ് മാർക്കർ തന്നെ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ റിങ്ങിലൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒരു സെൻറ്ററിലോട്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പീസും കൂടെ തുണിയൊന്ന് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ നമുക്ക് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട്, ഗ്ലാസ് മാർക്കറാണ് അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റ് കഴിയുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് മുഴുവനാക്കി എടുക്കുക. ഇപ്പോൾ ഈ ഒരു ഷീറ്റിലുള്ള ഡിസൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് അഴിച്ചിട്ട് ഈ ഒരു ഷീറ്റ് കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ശരിക്കും കാണുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിത് വരച്ചിരിക്കുന്നത് A4 ഷീറ്റിലാണ്. അത് നമുക്കൊരു ചാർട്ട് പേപ്പറിലേക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ മാറ്റി വെക്കേ വേണ്ടി വരുള്ളൂ. കാരണം ചാർട്ട് പേപ്പർ നല്ല നീളത്തിൽ കിട്ടും. അപ്പം നമുക്ക് ആ നീളത്തിൽ തന്നെ അത് വരച്ച് പോകാൻ പറ്റും. ഇത് ഒരു A4 ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു 4-5 പ്രാവശ്യം എന്തായാലും അത് മാറ്റി മാറ്റി വെക്കേണ്ടി വരും. ഞാനാണെങ്കിൽ ഈ ഒരു ഷോൾ എടുത്തിരിക്കുന്നത് 2.5 മീറ്ററാണ്. ഇപ്പം നമ്മൾ ആ ഡിസൈൻ എല്ലാം ആ ഒരു ഷോളിൻ്റെ അറ്റത്ത് വരച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് തയ്ച്ചെടുക്കാം. ഇപ്പം ആരി നീഡിൽ ഉപയോഗിച്ച് തയ്ക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ തയ്ക്കാൻ പാടുള്ളവർക്ക് സാധാരണ നീഡിൽ ഉപയോഗിച്ച് ഈ ഒരു ലൈനിലൂടെ നമുക്ക് തയ്ച്ച് പോയാൽ മതി. അപ്പോൾ ഈ ഒരു ലൈനിൽ ഒരറ്റം തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത അറ്റം വരെ നേരെ തയ്ച്ചിട്ട് പോകാൻ പറ്റും. എവിടെയൊന്ന് കട്ട് ചെയ്യാതെയും തയ്ച്ച് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൈൻ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഞാൻ ഇതിൻ്റെ അവസാനം ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇപ്പം ഞാനിതിൽ ആരി നീഡിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഡിസൈനിലൂടെ തന്നെ തയ്ച്ച് ഇങ്ങനെ പോയാൽ മതി. ഇപ്പം 2 കളറ് ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പല രീതിയിലും ഞാൻ ആ ബീഡ് കൊടുത്തിട്ടുണ്ട്. 2 അറ്റത്തും 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം ആയിട്ടൊക്കെ ആ ഒരു കളറുകൾ മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6 എണ്ണം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 സെറ്റ് അങ്ങനെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ ചെയ്തിട്ട് പോവാം. ഇപ്പം ആദ്യത്തെ ഈ ഒരു ലൈൻ ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മുകളിലോട്ടുള്ള ഡിസൈൻ ഞാൻ 2 കളറിലായിട്ട് മാറ്റി മറിച്ചായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ലൈൻ ആദ്യം ചെയ്തു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് 6 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡിസൈനിലാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ലൈനിലല്ല തുടങ്ങിയിരിക്കുന്നത്, ആ ഡിസൈനിലാണ്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും കാണിച്ചു തരാം. ആരി നീഡിൽ വെച്ചിട്ട് നമുക്ക് ബീഡ് എങ്ങനെ കോർത്തെടുക്കാം അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പം ഞാനിതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനിതാ ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതിൽ മുകളിൽ വൈറ്റ് ബീഡും അതുപോലെ താഴെ ഈ ഒരു ദുപ്പട്ടയുടെ സെയിം കളർ ബീഡുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തുടർന്ന് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും വേറെ ഒരു ഡിസൈൻ ചെയ്യുന്നതായിട്ടോ ഒന്നും നമുക്ക് കാണിക്കാനില്ല. അപ്പോൾ ഈ ഒരു ലൈൻ ചെയ്തു പോകുന്നത് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ആ ഒരു ദുപ്പട്ടയുടെ സെയിം കളർ ബീഡാണ് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ അടുപ്പിച്ച് ഒന്നും കൂടെ ഒരു ലൈനായിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു നൈലോൺ ത്രെഡ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ സാധാരണ ത്രെഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു നീഡിലിനകത്തുനിന്ന് ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് ടൈറ്റായിട്ട് പിടിച്ചാൽ മാത്രമേ അത് അങ്ങനെ നിൽക്കുന്നുള്ളൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ ഒരു ദുപ്പട്ടയിലൊക്കെ ചെയ്യുമ്പോൾ, ദുപ്പട്ട എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ രീതിയിലൊന്നും അത് മറയ്ക്കാനല്ല. ഇപ്പോൾ ഒരു കുർത്തിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഉൾഭാഗത്തായിട്ടാണ് പോകുന്നത്, അത് പുറത്തോട്ട് കാണുന്നേ ഇല്ല. ഇപ്പോൾ ഈ ദുപ്പട്ടയുടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ 1 സൈഡ് ഇടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബാക്ക് വശം വൃത്തിയായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ ഫൈനൽ ലുക്ക്. ഇനി ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡിൽ വേണോ അങ്ങനെയായിട്ട് കൊടുക്കാം, അതല്ല 4 സൈഡിലും വേണം അങ്ങനെയായിട്ടും കൊടുക്കാം, 1 സൈഡായിട്ട് വേണോ അങ്ങനെയായിട്ടും നമുക്ക് ഈ ഒരു വർക്ക് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ ഒരു സാരിയിൽ നല്ലൊരു വർക്കായിട്ടും ഉപയോഗിക്കാം. സാരിയിലൊക്കെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സെയിം ത്രെഡാണ് ഇവിടെ മുതൽ ഇവിടം വരെ സെയിം ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ വൈറ്റ് ബീഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഭാഗം ഇവിടം മുതൽ ഇവിടം വരെ നമ്മൾ വൈറ്റ് ബീഡിൻ്റെ ഒരു ഡിസൈനായിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ് ആ ഒരു ഡിസൈന്. സെയിം കളറ് ബീഡ്, പിന്നെ വൈറ്റ്, ഇത്രയും വരെ വൈറ്റ്, പിന്നെയും സെയിം കളറ്, ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് സ്കാലപ്പ് വർക്ക് പോലെ ചെയ്തെടുത്തേക്കുവാണല്ലോ. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 2 ലൈന് അല്ലെങ്കിൽ 1 ലൈന് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ ഒന്നും കൂടെ ആ ഒരു ഡിസൈൻ ഒരു ഉറപ്പ് വരും എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്കാലപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ, അതല്ല ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ നമുക്ക് ഇതെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ അയൺ സോൾഡർ എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അതിപ്പോൾ
ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ആ ഒരു വർക്കിന്റെ ഒരു ബലം കൂടെ ഉണ്ടാകും എന്നുള്ള രീതിക്കാണ് ഞാനൊരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഒരു ഇതായി ചെയ്യാൻ പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു നേരിയ രീതിയിലുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സെയിം ത്രെഡ് ആണോ അങ്ങനെയൊന്നും കാണില്ല. ഇത് ഏതൊരു കളറിലോട്ടാണെങ്കിലും ഇതിനകത്ത് യോജിച്ച് അങ്ങ് ഇരുന്നോളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് വർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഇങ്ങനെ തുന്നിയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ ത്രെഡ് എടുത്ത് കാണിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ത്രെഡ് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ബീഡിന്റെ ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് മാത്രം. നമ്മുടെ ഈ ഒരു വർക്കിന്റെ ഒരു ഷാഡോ പോലെ അത്രേ വരുന്നുള്ളൂ. അല്ലാതെ ഒരു ത്രെഡായിട്ട് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഇതിന്റെ ഒരു റോങ് സൈഡ് നമുക്കൊരു വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഈ ഒരു ലൈൻ കൊടുക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായുള്ളൂ. ഇങ്ങനെയുള്ള ലൈൻസ് കൊടുക്കുന്നത് മാത്രം. ഇത് ഡബിൾ ലൈനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അറ്റത്തായിട്ട് ഇതുപോലെ അത് രണ്ടറ്റത്തും അതുപോലെ തന്നെ ചെയ്തേക്കണേ. ഈ രണ്ടെണ്ണമായിട്ട് ഇത്രയും ലെങ്ത്തിൽ ഈ ഒരു വൈറ്റ് രണ്ടെണ്ണം കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെയിം കളർ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 2 കളറായിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ലൈൻ മാത്രമേ ഞാൻ ചെയ്യുന്നതായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ലൈൻസ് ഒന്നും എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചിട്ടില്ല. നമ്മൾ ഇതെങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ആ ലൈനിലൂടെ ഇങ്ങനെ നമ്മൾ ചെയ്തു വന്നാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് വരുന്ന സമയത്ത് ചിലതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് പോകുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് ഒരേ കളർ ത്രെഡ് ബീഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊണ്ടുപോയി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് പുറമെ ഇതുപോലെ ഒരു ലൈനും കൂടെ കൊടുത്തെന്ന് മാത്രം. അതായത് ഇവിടെ ചെയ്തപ്പോൾ ആദ്യം 2 ലൈൻ കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് അപ്പം നമ്മുടെ വർക്ക് എവിടെയും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആ ലൈനിലൂടെ നമുക്കങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കാം. എവിടെ വരെ നമുക്ക് പോകണം അവിടം വരെ ചെയ്ത് ഇങ്ങനെ പോയിട്ട് എവിടെയാണ് നിർത്തേണ്ടത് അവിടെ നിർത്തിയാൽ മതി. അപ്പോൾ അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ ഒറ്റ ത്രെഡിൽ ഇങ്ങനെ ഇവിടം വരെ വരെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടം വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ലൈനും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സെയിം ബീഡ് വെച്ചിട്ട് തന്നെ ഇത്രയും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് 2 കളറായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം 2 കളറായതുകൊണ്ടാണ് ഇത് 2 എണ്ണമായിട്ട് കാണിച്ചിരിക്കുന്നത്.